മാണിച്ചക്കന്റെ ഇടതുമുന്നണി പ്രവേശനം ആലഞ്ചേരിക്ക് ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയോ? വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം യഹോവയുടെ കൽപ്പന പ്രകാരം തനിക്ക് 100-ാം വയസ്സിൽ ഉണ്ടായ മകനായ ഇസഹാക്കിനെ മോറിയാമലയിൽ കൊണ്ടുപോയി ബലി കഴിക്കുവാൻ പോവുകയും അപ്രകാരം യഹോവയുടെ കൽപ്പനയെ അനുസരിക്കുകയും ആ കൽപ്പന അനുസരിച്ച അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹങ്ങളും നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് പഴയ കഥ. ഇതിന് സമാനമായ ഒരു ബലി കേരള രാഷ്ട്രീയത്തിൽ ഇക്കഴിഞ്ഞ 2020 നടന്നിരുന്നു. അതൊരു നരബലിയായിരുന്നു എന്ന് പലർക്കും തോന്നിയിരുന്നില്ല എന്ന് മാത്രം. ഭൂമി കുംഭകോണത്തിൽപ്പെട്ട് സഭാധ്യക്ഷ സ്ഥാനം പോവുകയും അതിലുപരി ജയിലിലാകുമെന്ന ഘട്ടത്തിലുമാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരി ഇസഹാക്ക് മോഡൽ ബലി ആസൂത്രണം ചെയ്തത്. തൻ്റെ സഭയിലെ കുഞ്ഞാടായ മാണിച്ചക്കനെയും മാണി കോൺഗ്രസിലെ ഇത്താപ്പിരികളെയും ഒരുമിച്ച് കയ്യും കാലും കൂച്ചിക്കെട്ടി കൂട്ടിക്കെട്ടിക്കൊണ്ട് പാളയത്തിനും ജനറൽ ഹോസ്പിറ്റലിനും ഇടയ്ക്കുള്ള ആ ചുവന്ന ബലിപിടമായ AKG സെന്ററിൽ കൊണ്ട് കൊടുത്തു. പിണറായി സർക്കാർ തൻ്റെ അപ്പനെ മാനം കെടുത്തിയതെല്ലാം മറന്നാണ് അനുസരണയുള്ള ഇസഹാക്ക് നടന്നുപോയതുപോലെ മാണിച്ചക്കൻ ആലഞ്ചേരിയുടെ പിന്നാലെ മിണ്ടാതെ AKG സെന്ററിലേക്ക് പോയത്. പോകുന്ന വഴി പിതാവേ, യാഗത്തിനുള്ള എല്ലാ കിടിപടികളുമുണ്ടല്ലോ, യാഗമൃഗം എവിടെ എന്ന് മാണിച്ചക്കനും ആലഞ്ചേരിയോട് ഇസഹാക്ക് ചോദിച്ചതുപോലെ ചോദിച്ചു. മകനെ, അതെല്ലാം പോളിറ്റ് ബ്യൂറോ നോക്കിക്കൊള്ളും എന്ന് മറുപടി പറഞ്ഞെങ്കിലും മാണിച്ചക്കന് അന്നൊരു പുട്ടും മനസ്സിലായിരുന്നില്ല. ബലിമൃഗങ്ങളെ AKG സെന്ററിൽ കൊണ്ട് കെട്ടിയതോടെ ആലഞ്ചേരിക്ക് കാരുണ്യവാനായ പിണറായി നൽകിയ അനുഗ്രഹങ്ങൾ വിവരണാതീതമാണ്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഈ ഇടയലേഖനം കൊണ്ടാണ് പിന്നീട് ആലഞ്ചേരി പിടിച്ചു നിൽക്കുവാൻ നോക്കിയത്. ഈ റിപ്പോർട്ട് വായിക്കുന്ന മൊണ്ണകളല്ലാത്ത ആർക്കും ഇതിൻ്റെ ഉറവിടം സെയിന്റ് തോമസ് മൗണ്ട് ആണെന്ന് മനസ്സിലാകും. ക്രൈംബ്രാഞ്ചിൻ്റെ ഈ ധവളപത്രം പുറത്തിറങ്ങിയപ്പോൾ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം പ്രതിനിധി ശ്രീ ഷൈജു ആന്റണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ശ്രദ്ധേയമായിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ ഇടയലേഖനം എന്നായിരുന്നു ഈ റിപ്പോർട്ടിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതിൻ്റെ ഉള്ളടക്കവും ഭാഷയുമെല്ലാം അതുപോലെയായിരുന്നു. ഈ റിപ്പോർട്ട് ഇവിടെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ വത്തിക്കാനിൽ ആലഞ്ചേരി എത്തിച്ചു പറഞ്ഞു, കണ്ടോ, കേരള സർക്കാർ എനിക്ക് നൽകിയ ക്ലീൻ ചിറ്റാണ് ഇതെന്ന്. പക്ഷേ മാർപ്പാപ്പ നിയോഗിച്ച രഹസ്യാന്വേഷണ സമിതിയും മറ്റെല്ലാ അന്വേഷണ കമ്മീഷനുകളും ആലഞ്ചേരി നടത്തിയ സകല ഉടായ്പകളും കണ്ടുപിടിച്ചു, സഭാധ്യക്ഷ പദവിയിൽ നിന്നും പുറത്താക്കി. ക്രൈംബ്രാഞ്ചിന് തയ്യാറാക്കി കൊടുത്ത ആ ഇടയലേഖനത്തിൽ ഉണ്ടായിരുന്ന ഈ തമാശ കാണുക. ഇത് വായിക്കുമ്പോൾ കേരള ക്രൈംബ്രാഞ്ചിൽ ബൈബിൾ പരാമർശിച്ചിട്ടുള്ള ദീർഘദർശിമാരെക്കായാലും വലിയ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കും. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. താഴെ പറയുന്ന കാര്യങ്ങളും ഈ വിവാദത്തിന് കാരണമായിട്ടുണ്ടെന്ന് കാണുന്നു. സീറോ മലബാർ സഭയിൽ ആരാധനാക്രമങ്ങളിൽ അതിരൂപതയിൽ തന്നെ എറണാകുളത്തിന് തെക്കും എറണാകുളം ഭാഗത്തും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നും വന്നയാളാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നിലവിലുള്ള ആരാധനാക്രമങ്ങൾ പിന്തുടർന്നു വരുന്നതിൽ എറണാകുളം അതിരൂപതയിലുള്ള ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ആ വിഭാഗത്തിൽ മെത്രാന്മാരും വൈദികരും സന്യാസിനികളും അൽമായരും ഉണ്ടായിരുന്നു. കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ആരാധനാലയങ്ങളായ മലയാറ്റൂർ പള്ളി, ഇടപ്പള്ളി പള്ളി, കൊരട്ടിപ്പള്ളി സ്ഥാപനങ്ങളായ എറണാകുളം ലിസി ആശുപത്രി, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുമാണ് സീറോ മലബാർ സഭയ്ക്ക് കാതലായ വരുമാനം ലഭിക്കുന്നത്. ഈ വരുമാനം ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലുള്ള എല്ലാ സീറോ മലബാർ രൂപതകളിലുമായി വിതരണം ചെയ്ത് ചെലവഴിക്കുന്നതിനോട് ഈ വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഈ വരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉന്നതിക്കായി ചെലവഴിക്കണം എന്നതായിരുന്നു ഈ രൂപതയിൽ ഉള്ളവരുടെ വികാരം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ രൂപതയിലെ പ്രബലരായ ഒരു വിഭാഗത്തിന് ഒന്നാം കക്ഷിയോട് വിരോധം നിലനിന്നിരുന്നു. ഓർക്കുക, അന്ന് ഈ കുർബാന തർക്കം ഉണ്ടായിരുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്ന ഒരു ചിന്ത പോലും ബിഷപ്പുമാർക്കിടയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഈ തർക്കമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പരാമർശം. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കുർബാന തർക്കം യാഥാർത്ഥ്യമാക്കുവാൻ ആലഞ്ചേരിയും സംഘവും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുർബാന തർക്കത്തിൻ്റെ പേരുള്ള അടിപിടികൾ. ആലഞ്ചേരി നടത്തിയ ഭൂമി കുംഭകോണവും തീവെട്ടിക്കൊള്ളയും മറയ്ക്കുവാനുള്ള ഒരു പരിചയം മാത്രമാണ് ഈ കുർബാന തർക്കം എന്ന് മനസ്സിലാക്കുക. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇടതുപക്ഷവുമായി ടൈപ്പ് ആക്കി കൊടുത്തതിൻ്റെ ഗുണം മാണി കോൺഗ്രസിന് ലഭിച്ചതിലും കൂടുതൽ ലഭിച്ചത് ആലഞ്ചേരിക്കാണ്. തീവെട്ടിക്കൊള്ള നടത്തിയ ആലഞ്ചേരിയെ കുർബാന അർപ്പിക്കുവാൻ പോലും പള്ളിയിൽ കയറ്റാതെ തടഞ്ഞ വിശ്വാസികളെ ഒതുക്കുവാൻ പിണറായി സർക്കാർ ഇറക്കിയത് ആയിരക്കണക്കിന് പോലീസുകാരെയാണ്. പള്ളിയിൽ വിശ്വാസികളെക്കായാലും പോലീസുകാരായിരുന്നു സംരക്ഷണത്തിന് ഉണ്ടായിരുന്നത്. ഒരു കൂതാശപ്പണിക്കാരന് കുർബാന കളിക്കുവാൻ പോകുവാൻ സ്റ്റേറ്റ് ഇത്രമാത്രം പോലീസ് സംരക്ഷണം
എന്തിനൊരുക്കണം എന്ന് ആരും ചോദിച്ചില്ല. മര്യാദയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്കൊന്നും പറ്റിയില്ലെങ്കിൽ നീയൊന്നും പള്ളിയിൽ പോകേണ്ട, ആ പള്ളി അങ്ങ് അടച്ചിടുക എന്ന് സർക്കാരും ഉത്തരവിട്ടില്ല. പകരം ആലഞ്ചേരിക്ക് സംരക്ഷണം ഒരുക്കുവാൻ, വിശ്വാസികളെ അടിച്ചൊതുക്കുവാൻ ആയിരക്കണക്കിന് പോലീസുകാരെയും കമാൻഡോ ഫോഴ്സിനെയും ഇറക്കിക്കൊടുത്തു. ആലഞ്ചേരിയുടെ ഇപ്രകാരം ഒരു പരാമർശവും നാം മറന്നിരിക്കുവാൻ ഇടയില്ല. പിണറായി വിജയൻ സഭാംഗമായിരുന്നുവെങ്കിൽ ഒരു മെത്രാൻ ആകുമായിരുന്നു എന്ന്. എന്തായാലും ആലഞ്ചേരിക്ക് കലവറയില്ലാത്ത സഹായമാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തു കൊടുത്തത്. പക്ഷേ തങ്ങൾ നിരാശരാണ് എന്നാണ് മാണിച്ചക്കൻ ഇപ്പോൾ പറയുന്നത്. പിതാവിനെയും പുത്രനെയും ഒരുപോലെ സുഖിച്ചു കൊടുക്കുവാൻ പറ്റുമോ എന്നാണ് കരുതൽ മനുഷ്യൻ ചോദിക്കുന്നത്. കേരള കോൺഗ്രസും പൂജ്യം മലബാറും ഇടതുമുന്നണിയും ഒക്കെയുള്ള ആ അന്തർധാര കൃത്യമായി ഒളിവാക്കുന്ന രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം മുന്നണി പോരാളിയായ ശ്രീ ഷൈജു ആന്റണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം, കുറച്ചുകൂടി വ്യക്തത വരും. കേരള കോൺഗ്രസും സീറോ മലബാറും. ഷൈജു ആന്റണി. കർദിനാൾ ആലഞ്ചേരി നടത്തിയ ഭൂമി കുംഭകോണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്തിയെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഭൂമി കുംഭകോണം അന്വേഷിച്ച എല്ലാ കമ്മീഷനുകളും കർദിനാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ബെന്നി മാരാമ്പറമ്പിൽ കമ്മീഷൻ നടത്തിയ വെളിപ്പെടുത്തലുകളെ കൂടുതൽ കൃത്യതയോടെ പിന്നീടുണ്ടായ കമ്മീഷനുകൾ ശരിവെച്ചു. സിനഡ് നിയോഗിച്ച കമ്മീഷനും KPMGയുടെ അന്വേഷണവും ഇൻജോഡി കമ്മീഷനും ഒന്നും കർദിനാളിന് അനുകൂലമായില്ല. വത്തിക്കാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ഒരു അനുകൂല റിപ്പോർട്ട് കർദിനാളിന് അത്യാവശ്യമായിരുന്നു. പാപ്പച്ചൻ ആത്തപ്പള്ളിയുടെ കേസിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുവാൻ കോടതി ആവശ്യപ്പെട്ടത് അപ്പോഴാണ്. പിന്നീട് സർക്കാരും സീറോ മലബാർ സഭയും തമ്മിലുണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായിരുന്നു കേരള കോൺഗ്രസിന്റെ മറുകണ്ഠം ചാടൽ എന്നാണ് മനസ്സിലാകുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മറുകണ്ഠം ചാടൽ ന്യായീകരിക്കാവുന്ന രാഷ്ട്രീയ കാരണങ്ങളൊന്നും അന്ന് വ്യക്തമായിരുന്നില്ല. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അതിലേക്ക് നയിച്ചത് എന്നെല്ലാം കേട്ടിരുന്നെങ്കിലും അതൊന്നും വിശ്വസനീയമായ വാർത്തകളായിരുന്നില്ല. അപ്പോഴും ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിനുള്ളിലാണ് ചരടുവലികൾ നടന്നത് എന്ന വാർത്തകൾ സജീവമായിരുന്നു. LDF സർക്കാരിന് സീറോ മലബാർ സഭ ചില വാഗ്ദാനങ്ങൾ നൽകിയെന്നും അതിന്റെ തുടർച്ചയാണ് ജോസ് കെ മാണിയുടെ LDF പ്രവേശനം സാധ്യമായതെന്നുമാണ് വിശ്വസനീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. അതിനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും ഏതാണ്ട് ഇങ്ങനെയാണ്. 10/4/2019 എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നതിന് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. 14/1/2021 കർദിനാളിന് സമ്പൂർണ്ണമായ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകി. തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കുത്തിനിറച്ച റിപ്പോർട്ടാണ് അത്. ആ റിപ്പോർട്ട് ഒരു ഇടയലേഖനത്തിന് തുല്യമായിരുന്നു. കുർബാന പ്രശ്നം മുൻകൂട്ടി പ്രവചിച്ച ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സഭയിൽ അത്തരമൊരു വിവാദമേ ഉണ്ടായിരുന്നില്ല. 2021 ഓഗസ്റ്റിലാണ് കുർബാന പ്രശ്നമുണ്ടാകുന്നത്. എന്നാൽ അതിനു മുമ്പേ ജനുവരിയിൽ പുറത്തിറങ്ങിയ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ആരാധന ക്രമതർക്കമാണ് ഭൂമി കുംഭകോണ വിവാദത്തിന്റെ കാതൽ എന്നാണ് വിലയിരുത്തൽ. ആ ഒരൊറ്റ റിപ്പോർട്ടിന്റെ ബലത്തിലാണ് കർദിനാൾ കുറെ കാലം കൂടി സഭയിൽ പിടിച്ചു നിന്നത്. പിന്നീട് വത്തിക്കാൻ നടത്തിയ രഹസ്യ അന്വേഷണത്തിനൊടുവിലാണ് കർദിനാളിനെ പുറത്താക്കുവാൻ വത്തിക്കാൻ നിർബന്ധിതമായത്. 2019 FIR രജിസ്റ്റർ ചെയ്തത്. 2021 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നത്. 2020 കേരള കോൺഗ്രസ് LDFിലേക്ക് ചേക്കേറുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കാതെ നിരീക്ഷണം പൂർത്തിയാവില്ല. കർദിനാളിന്റെ ഭൂമി കുംഭകോണമാണോ രണ്ടാം പിണറായി സർക്കാരിന് കാരണമായത് എന്ന് ന്യായമായും സംശയിക്കണം. എന്നിട്ടും UDFനെ അട്ടിമറിച്ച മെത്രാന്മാരെ വിശ്വസിച്ച് അവരുടെ തിണ്ണനിരങ്ങി നടന്നാൽ എറണാകുളത്തെ ദൈവജനത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ചൂട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയും. ആലഞ്ചേരി ബലികഴിക്കുവാൻ കൊണ്ടുപോയ മാണിച്ചക്കനും സംഘത്തിനും കുടിക്കുവാൻ കൊടുക്കുന്ന കാടിയിൽ പിണ്ണാക്ക് കുറവാണ് എന്ന പരാതി ഇപ്പോൾ ഉണ്ട്. തൊഴുത്തുമാറ്റി കെട്ടുവാൻ താല്പര്യമുള്ളവർ സമീപിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.